നിങ്ങളെ ആരെങ്കിലും ചെറുപ്പത്തിൽ അഹങ്കാരി, തൻ്റെടി, ഓളെല്ലാം വിചാരം എന്തെന്ന്, അല്ലെങ്കിൽ ഓൻ്റെ വിചാരം എന്തെന്ന്, ഒരു ബഹുമാനമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ ഒരു കാര്യം പറയുമ്പം ട്രോമയെ പറ്റി സംസാരിക്കുന്ന ഡോക്ടർ ഗബർമേറ്റിൻ്റെ വിസ്ഡം ഓഫ് ട്രോമ എന്ന് പറഞ്ഞ മൂവിയിലെ ഒരു രംഗമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതിൽ ഈ ഡോക്ടറോട് ഒരു പെൺകുട്ടി വന്ന് പറയും, ഡോക്ടർ, അവൻ എന്നെ മോൺസ്റ്റർ എന്ന് വിളിച്ചു. മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ രാക്ഷസി, എന്നെ രാക്ഷസി എന്ന് വിളിച്ചു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര വിഷമമാവുന്നു പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടർ തിരിച്ചൊരു കാര്യം ചോദിച്ചു, ഞാൻ നിന്നോട് നിനക്ക് മനോഹരമായ പച്ച കളറുള്ള തലമുടി ഉണ്ടെന്ന് പറഞ്ഞ. അപ്പോൾ ആ പെൺകുട്ടി ചിരിച്ചു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, നീ എന്തിനാ ചിരിച്ചേ? അപ്പോൾ പെൺകുട്ടി പറഞ്ഞു, അല്ല ഡോക്ടർ, അതിനെനിക്ക് പച്ച കളറുള്ള തലമുടി ഇല്ലല്ലോ. അതിനുശേഷം ആ ഡോക്ടർ പറഞ്ഞു, ഞാൻ നിന്നെ ഒരു രാക്ഷസി എന്നിപ്പോൾ പറഞ്ഞ. അപ്പോൾ ആ പെൺകുട്ടി സൈലൻ്റായി. നമ്മൾ എന്താണെന്ന് നമ്മൾക്കറിയാം. അപ്പം മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നമ്മൾ എന്തിനു മൈൻഡ് ചെയ്യണം, അല്ലേ? ഇതേപോലത്തെ ഒരു അനുഭവം എനിക്കുണ്ട്. എന്നെ ചെറുപ്പത്തിൽ എൻ്റെ ചില ബന്ധുക്കൾ എന്നെ അഹങ്കാരി, തൻ്റെടി ഇങ്ങനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇനി നിങ്ങൾ അഹങ്കാരിയാണെന്ന് വിചാരിച്ചോ, നിങ്ങൾ ചെറുപ്പത്തിൽ അഹങ്കാരിയാണ്, തൻ്റെടിയാണ്, ഇവർ പറഞ്ഞ എല്ലാ നെഗറ്റീവും നിങ്ങളാണെന്ന് വിചാരിക്കും. ദാറ്റ് ഈസ് ഓക്കെ. ഇറ്റ് ഈസ് ഓക്കെ ടു ബി അഹങ്കാരി. കാരണം എന്താണെന്നറിയോ? നമ്മളെല്ലാവരും ചെറുപ്പത്തിലുണ്ടല്ലോ ഒരേപോലെയാണ് തുടങ്ങിയത്. നമ്മളെല്ലാവരും ഒരു നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു സ്ലേറ്റുകളായിരുന്നു, അല്ലേ? നമ്മളെ കുട്ടികളുടെ ആ മനസ്സ് ക്ലിയർ സ്ലേറ്റ്സ് പോലെയാണ്. ആ കുട്ടികൾ എന്താണ് ആഗ്രഹിച്ചത്? ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും ആഗ്രഹിക്കുന്ന എന്താണ്? ചുറ്റും സ്നേഹം, പരിഗണന, സുരക്ഷ, അംഗീകാരം, ഇതൊക്കെയാണ്. പക്ഷെ നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനൊരു എൻവയോൺമെൻ്റ് ആണോ ജനിച്ചു വീഴുമ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്? എനിക്കും നിങ്ങൾക്കും അറിയാം, ആ ഒരു അന്തരീക്ഷം അല്ലായിരുന്നു നമ്മൾക്ക് ചുറ്റും, അല്ലേ? നമ്മൾക്ക് സുരക്ഷ തോന്നിയില്ല, നമ്മൾക്ക് സ്നേഹം കിട്ടിയില്ല, മറിച്ച് നമുക്ക് കളിയാക്കലുകൾ കിട്ടി, അവഗണന കിട്ടി, താരതമ്യം ചെയ്തു, നമ്മളെ ബോഡി ഷെയിം ചെയ്തു, നമ്മൾ വിവേചനം കണ്ടു, സ്നേഹമില്ലായ്മ കണ്ടു. അപ്പം നമ്മൾ എന്ന കുട്ടികൾക്ക് ആ ഒരു എൻവയോൺമെൻറ്റിൽ നിന്ന് നമ്മൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഇവിടം വരെ എത്തി, അല്ലേ? ശരിക്കും പറഞ്ഞാൽ അതൊരു രക്ഷപ്പെടലാണ്. ഇങ്ങനൊരു അന്തരീക്ഷം കുട്ടികൾക്ക് ചുറ്റും ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്ത് രക്ഷപ്പെടുക എന്നതാണ് നമ്മുടെ കുഞ്ഞു മനസ്സ് ചിന്തിക്കുക. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള എൻവയോൺമെൻ്റാണ് നമുക്ക് ചുറ്റും. എപ്പോഴും കുറ്റപ്പെടുത്തലും കളിയാക്കലുകളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് രണ്ട് കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന്, ഈ പറയുന്നതൊക്കെ കേട്ട് സങ്കടപ്പെട്ട് ഡിപ്രഷൻ അടിച്ച് ലാസ്റ്റ് ആത്മഹത്യയിലേക്ക് പോവുക. രണ്ടാമത്തെ കാര്യം എന്താ? സർവൈവ് ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ സർവൈവ് ചെയ്യുക? ഇതിനോട് മുഖം തിരിക്കുക. ഇത് കാണണ്ട, ഇവരെ കാണണ്ട, എനിക്ക് ഇവർ പറയുന്നത് കേൾക്കണ്ട. അപ്പം നമ്മൾ പലരും എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ കളിയാക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ മുഖം തിരിക്കാൻ തുടങ്ങി, അവർ പറയുന്നത് കേൾക്കാണ്ടിരിക്കാൻ തുടങ്ങി. നമ്മൾ അവിടെ ഒരു മതിലിട്ടു, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കണക്റ്റ് ആവാൻ തുടങ്ങി, മാനസികമായിട്ട് നമ്മൾ അകലാൻ തുടങ്ങി. അത് നമ്മളുടെ സർവൈവലായിരുന്നു. നമ്മൾക്കുണ്ടായ പല മോശം സ്വഭാവങ്ങളും നമ്മളെല്ലാവരും ചെറുപ്പത്തിലുള്ള സമയത്ത് നമ്മളുടെ അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉണ്ടാക്കുന്ന കുറേ സർവൈവൽ മെക്കാനിസമാണ്. ഇപ്പം എൻ്റെ കേസിൽ ഞാൻ എൻ്റെ സർവൈവലിനെടുത്ത ആ കവചമാണ് എൻ്റെ അഹങ്കാരം. എൻ്റെ ആ സർവൈവലിനെയാണ് അവർ അഹങ്കാരി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നമ്മളോട് തന്നെ കുറച്ച് കരുണ കാണിക്കണം. നമ്മൾക്ക് പലർക്കും ഒരു കുറ്റബോധം ഉണ്ടാവും, അയ്യോ ഞാൻ എന്താ ഇങ്ങനെ, ഞാൻ ഭയങ്കര അഹങ്കാരി എന്നെല്ലാവരും പറയുന്നു, എന്നെ എല്ലാവരും ഇങ്ങനെ പറയുന്നു, അങ്ങനെ പറയുന്നു. നമ്മൾ നമ്മളോട് തന്നെ പറയണം, ഇറ്റ് ഈസ് ഓക്കെ, നിൻ്റെ ആ ഒരു സ്വഭാവമാണ് ഇത്രയും കാലം സർവൈവ് ചെയ്യിപ്പിച്ച് ഇവിടെ നിർത്തിയിട്ടുള്ളത്. അപ്പം നമ്മൾ നമ്മളെ സേഫാക്കാനേ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ സേഫാക്കി നിർത്തി വെച്ചതിന്, ആ അഹങ്കാരത്തിന്, ആ തൻ്റെടത്തിന്, ആ പീപ്പിൾ പ്ലീസിങ്ങിനൊക്കെ നമ്മൾ നന്ദി പറയണം. അപ്പോൾ നമ്മൾക്ക് നമ്മളോട് തന്നെയുള്ള ഒരു നാണക്കേടുണ്ടല്ലോ, അതങ്ങോട്ട് കുറഞ്ഞു കിട്ടും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ സ്വഭാവങ്ങളൊക്കെ എങ്ങനെയാണ് വന്നത്? ചെറുപ്പത്തിലെ അന്തരീക്ഷം കൊണ്ട്, അല്ലേ? പക്ഷേ ഇന്ന് നമ്മളാരും ആ കുട്ടികളല്ല. ഇന്ന് നമ്മൾ അഡൽട്സാണ്, മുതിർന്ന ആൾക്കാരാണ്. പണ്ട് നമ്മൾ സേഫ് ആയിരുന്നില്ല, പണ്ട് നമുക്ക് സ്നേഹം കിട്ടിയിരുന്നില്ല. പക്ഷേ ഇന്ന് അതൊക്കെ 100% അങ്ങനെ തന്നെയാണോ? അല്ല. ഇന്ന് നമ്മൾക്ക് ഇനഫ് റിസോഴ്സസ് ഉണ്ടല്ലേ. എനിക്ക് എന്നെ സേഫാക്കി വെക്കാൻ പറ്റും, എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് പവർ ഉണ്ട്, നമ്മൾക്ക്
എന്തും തിരഞ്ഞെടുക്കാനുള്ള, നല്ല ആൾക്കാരെ തിരഞ്ഞെടുക്കാനുള്ള, നമ്മുടെ ലൈഫിൽ ചുറ്റും നല്ല ആൾക്കാരെ തിരഞ്ഞെടുക്കാനുള്ള, നമ്മൾക്ക് നല്ലൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കാനുള്ള കഴിവും ശക്തിയും നമ്മൾക്കുണ്ട്. പല ആൾക്കാരുണ്ടല്ലോ എനിക്ക് എന്താണ് പ്രശ്നം എന്നാണ് ചിന്തിക്കാറ്. എന്താണ് എനിക്ക് സംഭവിച്ചത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തോ സംഭവിച്ചതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു പ്രശ്നമുള്ളത്. എന്താണ് സംഭവിച്ചത് അത് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമ്മൾക്ക് നമ്മുടെ പ്രശ്നങ്ങളെ മറികടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾക്കുണ്ടായ ആ ചെറുപ്പത്തിൽ രൂപീകരിക്കപ്പെട്ട പല സ്വഭാവങ്ങളും നമ്മുടെ സർവൈവലിന് വേണ്ടി പഠിച്ചെടുത്തതാണ്. അതുകൊണ്ട് നമ്മൾക്കത് അൺലേൺ ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മളിപ്പോൾ ഒരു വടി പിടിച്ച് ഒരു കുരക്കുന്ന പട്ടിയുണ്ട്, അതിനിങ്ങനെ അടിക്കുകയാണ്. ഈ കുരക്കുന്ന പട്ടി എന്താണ്? നമ്മളെ ക്രിട്ടിസൈസ് ചെയ്ത ആൾക്കാരാണ്, നമുക്ക് സ്നേഹം നിഷേധിച്ച ആൾക്കാരാണ്, നമ്മളുടെ പല ടോക്സിക് റിലേഷൻഷിപ്സ് ആവാം, ടോക്സിക് എൻവയോൺമെൻ്റ് ആവാം. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഈ വടിയെടുത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഈ വടിയാണ് നമ്മളുടെ അഹങ്കാരം, നമ്മളുടെ തൻ്റെ ഇടം, നമ്മളുടെ ആരും മൈൻഡാക്കാത്ത സ്വഭാവമുള്ളത്, ഭയങ്കര പീപ്പിൾ പ്ലീസിങ് സ്വഭാവമുള്ളത്, ഇതൊക്കെ ഈ വടിയാണ്. ആ കുട്ടിയായ സമയത്ത് നമുക്കിത് ആവശ്യമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ വലുതായപ്പം ഇപ്പോൾ ആ ഡോഗ്സ് ഉണ്ടോ അവിടെ? ഇല്ല. പിന്നെ നമുക്ക് എന്തിനാണ് ഈ വടി നമ്മൾക്ക് ഉപേക്ഷിക്കാം. എങ്ങനെ ഉപേക്ഷിക്കാം? ഈ വടിയോട് നന്ദി പറഞ്ഞ് മെല്ലെ ഉപേക്ഷിക്കാം. കാരണം ഈ വടിയാണ് നമ്മളെ രക്ഷിച്ചത് ഇത്രയും കാലം. അതുകൊണ്ട് ഇതിനെ നന്ദി പറഞ്ഞ് നമുക്ക് ഉപേക്ഷിക്കാം. അപ്പോൾ ഈ അഹങ്കാരി എന്ന് ചെറുപ്പത്തിൽ നിങ്ങളെ വിളിച്ച ആൾക്കാർ ഇനിയും നിങ്ങൾ അഹങ്കാരി എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ ഇനി ഇങ്ങനെ ചിന്തിക്കുക, അഹങ്കാരി ആയിരിക്കാം, ആ അഹങ്കാരമാണ് എന്നെ രക്ഷിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ഇന്നും ഇവിടെ നിൽക്കുന്നത്, അതെൻ്റെ അതിജീവനത്തിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പം ഞാൻ സേഫാണ്, ഇനി എങ്ങനെ ആയിരിക്കണം എന്നത് എൻ്റെ തീരുമാനമാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട സത്യം, നമ്മളുടെ പാസ്റ്റ് നമ്മൾ നിർവചിക്കുന്നില്ല, നമ്മളുടെ മോശം സ്വഭാവങ്ങളും നമ്മൾ നിർവചിക്കുന്നില്ല. പല മോശം സ്വഭാവങ്ങളും നമുക്ക് വന്നിട്ടുള്ളതും പല മോശം കാര്യങ്ങൾ നമ്മൾ ചെയ്തതും, കുറ്റം പറച്ചിലുകൾ, പരാതികൾ, ഇതൊക്കെ നമ്മൾ പറഞ്ഞത് നമ്മളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. അതൊക്കെ നമ്മളുടെ നിലനിൽപ്പിന് അന്ന് ആവശ്യമായിരുന്നു അല്ലേ? ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, കുറ്റം പറച്ചിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവരുടെ എന്തോ ഒന്നും അവർക്ക് കിട്ടുന്നില്ല, അവർ എന്തോ ഒന്ന് സീക്കുകയാണ് ബേസിക്കലി. മറ്റുള്ളവരുടെ വാലിഡേഷൻ ആയിരിക്കാം, എന്നോട് അങ്ങനെ ചെയ്തു, എന്നോട് ഇങ്ങനെ ചെയ്തു. കാരണം വിഷമമാണ്, ആ വിഷമം ആണ് ഇങ്ങനെ പറഞ്ഞു തീർക്കുന്നത്. ഇങ്ങനെ പല സ്വഭാവങ്ങളും നമ്മൾ ഈ അതിജീവനത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, വീണ്ടും വീണ്ടും ജീവിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ പല മോശം സ്വഭാവങ്ങളും നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി വിടാൻ പറ്റും. നമ്മൾ അഹങ്കാരിയായിട്ടുണ്ടാവാം, തൻ്റെടി ആയിട്ടുണ്ടാവാം, പക്ഷെ ഇതൊന്നും ഒരു തെറ്റല്ല. ഇതെല്ലാം നമ്മളെ ജീവിക്കാൻ പഠിക്കുന്ന യാത്രയും നമ്മളെ ഹെൽപ്പ് ചെയ്ത കുറേ സ്വഭാവങ്ങളാണ്. അപ്പം നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ട് വരുമ്പോൾ ഈ മോശ സ്വഭാവങ്ങളൊക്കെ മാറി നമ്മൾക്കൊരു ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറാൻ പറ്റും. അപ്പോൾ എനിക്ക് ഈ വീഡിയോ നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ. ആരെങ്കിലും ഇനി നിങ്ങൾ എന്തെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓക്കെ, അങ്ങനെ തന്നെയാണ്, അതെനിക്ക് ആവശ്യമായിരുന്നു. എന്നിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക, ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? അതായത് ഒരാൾ മഴയത്ത് കുട പിടിച്ച് നിൽക്കുകയാണ്, മഴ പോയി, ഇനി ആ കുടേൻ്റെ ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക. ആവശ്യമില്ലെങ്കിൽ ആ കുടയെടുത്ത് കളയാം. അപ്പം നമ്മളെ തിരിച്ചറിയുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതെല്ലാവർക്കും എളുപ്പം പറ്റണമെന്നില്ല, പക്ഷെ അത് നമ്മളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ജീവിതം വളരെയധികം ആസ്വദിക്കാം. പല വേദനകൾ വരുമ്പോഴും ജീവിതത്തിനെ നമ്മൾക്ക് മനോഹരമായിട്ട് കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഓൾവേസ് റിമെമ്പർ, ഇറ്റ് ഈസ് ഓക്കെ ടു ബി എൻ അഹങ്കാരി. ടേക്ക് കെയർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.